മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയ്ക്ക് നല്ല 8ന്റെ പണി തന്നെ കണ്ണം കൊടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. കരുണയ്ക്ക് ഇനി ജീവിതം ഭയങ്കര ദുരിതമായി തീരുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാരണം വാമദേവൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി ഉണ്ണീനെയൊക്കെ വെല്ലുവിളിച്ച് പോയത് തന്നെ. അവിടെ ചെന്നതും കരുണയുടെ പ്ലാനും പൊളിഞ്ഞു, വാമദേവന് നല്ല തല്ലും കിട്ടി. പിന്നീട് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നത് പ്രതാപൻ്റെ അടുത്തേക്കാണ്. പ്രതാപൻ്റെ അടുത്ത് ചെല്ലുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ സത്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഉവ്വ മോളെ, അന്ന് 7ാം മാസത്തെ ചടങ്ങിന് ഞങ്ങളുടെ കൂടെ കണ്ണനും വന്നിരുന്നല്ലോ. അന്നേരം കണ്ണൻ ഞങ്ങളെ കാണാതെ ഇയാളെ കണ്ടിരുന്നു. അന്നേരം നിന്റെ അച്ഛൻ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ്റെ അച്ഛനെ കൊന്നത് നിന്റെ അച്ഛനാന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴും ഈ കരുണയ്ക്കാണെങ്കിൽ കൊന്നതിന് അച്ഛനോട് ദേഷ്യമോ മരിച്ചവരോടുള്ള സഹതാപമോ ഒന്നും അല്ല തോന്നണേ. അന്നേരവും കരുണ പറയുന്നത് ദുഷ്ടത തന്നെയാണ്. അന്ന് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നപ്പോൾ അച്ഛനക്ക് കണ്ണേട്ടനെയും കൂടി കൊല്ലാൻ പാടില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ മഹാലക്ഷ്മി കണ്ണേട്ടനെ കല്യാണം കഴിച്ച് കമലേശ്വരത്തേക്ക് വരില്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഞാൻ അവളുടെയും അയാളുടെയും മുന്നിൽ തല കുനിച്ച് വേണ്ട ജീവിക്കാൻ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇപ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിക്കണേ? ഇപ്പോഴും നിനക്ക് മനസ്സിനൊരു വിഷമം തോന്നണില്ലേ മോളെ? ഇപ്പോഴും നീ മറ്റുള്ളവരെ കൊല്ലണമെന്ന് തന്നെയാണ് ചിന്തിക്കണേ. എന്തായാലും നീ ഇനി ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാവും. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കറിയാം ഇനിയിപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് കരുണ പ്രതാപനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ മോളെ നിൽക്ക് മോളെ കുറച്ച് കഴിഞ്ഞ് പോവാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും കരുണ ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങോട്ട് പോവുകയാണ്. കരുണ പോയി കഴിഞ്ഞത് മോഹിനി പറയുന്നുണ്ട് പ്രതാപനോട്, നിങ്ങൾ കണ്ണനോടും കണ്ണൻ്റെ അച്ഛനോടും ചെയ്ത ദ്രോഹത്തിന് നിങ്ങൾക്ക് ശിക്ഷ തരാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മകള് തന്നെയായിരിക്കും. പാവം ഒരച്ഛനെ കൊന്നു, ആ മകനെ വീൽ ചെയറിലും ആക്കിയെന്നും പറഞ്ഞ് മോഹിനിയും പോകുന്നുണ്ട്. അന്നേരം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു വിഷമാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കരുണ കമലേശ്വരത്തിൽ ഓട്ടോറിക്ഷയിൽ ചെന്ന് ഇറങ്ങാണ്. എന്നിട്ട് ഓട്ടോക്കാരന് പൈസയൊക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് കയറുന്ന സമയത്ത് കരുണയ്ക്കാണെങ്കിൽ ആകെ ഒരു പേടി തോന്നുന്നുണ്ട്. കാരണം കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും കരുണയ്ക്ക് അവിടെ ജീവിക്കൽ ബുദ്ധിമുട്ടാവും എന്നുള്ള ബോധ്യം കരുണയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ കരുണ പതുങ്ങി ഇങ്ങനെ വീട്ടിലോട്ട് കയറാൻ ചെല്ലുമ്പം നേരെ ചെല്ലണത് കണ്ണൻ്റെ മുന്നിലോട്ടാണ്. അങ്ങനെ കണ്ണനെ കണ്ടതും കരുണ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് പതിയെ അകത്തേക്ക് കയറി പോകുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോയതാ? അമ്മാവിൻ്റെ അടുത്ത് പൈസ വാങ്ങാൻ പോയിട്ട് പൈസയൊന്നും കിട്ടിയില്ലെന്ന്. ആ സമയത്ത് കരുണയാണെങ്കിൽ ആകെ അന്തം ഇടുന്നുണ്ട്. കാരണം കരുണ പൈസ വാങ്ങാൻ പോയതാന്ന് കണ്ണൻ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പം, അല്ല നീ സാധാരണ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകാറൊന്നുമില്ല, ഇപ്പം നീ ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അതും ഇന്ന് അമ്മാവന് പൈസ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നീ പോയത്. അപ്പം അമ്മാവന് കിട്ടിയതിൻ്റെ പകുതി നിനക്കും കിട്ടേണ്ടതല്ലേ? പകുതി മേടിച്ചോണ്ടാണോ നീ വന്നേ? അന്നേരം കരുണയാണെങ്കിൽ മറുപടി ഒന്നും പറയണില്ല. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാടി, എൻ്റെ അച്ഛനെ കൊന്നതും പോരാ, എന്നിട്ട് അതറിഞ്ഞു വെച്ചോണ്ട് എൻ്റെ ഭാര്യയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ വാങ്ങാൻ അമ്മാവന് കൂട്ട് നിൽക്കാറില്ലായിരുന്നോടി നീ? ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് കരുതിയാണോ നീ ഇരിക്കണേന്ന് ചോദിക്കുമ്പം ഈ കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മാവന് കിട്ടിയത് നീ കണ്ടില്ലായിരുന്നോടി എന്ന് ചോദിക്കുമ്പം ഉവ്വ കണ്ണേട്ടാ, അമ്മാവനെ ആരോ തല്ലിയെന്ന് പറയുമ്പോൾ ആ തല്ലിൻ്റെ ഓഹരി മേടിക്കാനല്ലേ നീ പോയത്, എന്നിട്ട് നീ അത് മേടിച്ചുകൊണ്ട് വരാത്ത? എന്തായാലും നീ ഇനി അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, നിന്റെ അഹങ്കാരവും മല്ലൊന്നും ഇനി ഇവിടെ നടക്കൂല. എന്തായാലും നീ ചെന്ന് നിന്റെ അമ്മായിമ്മയോടും കെട്ടുവനോടും പറ, കമലേശ്വരത്തെ വിശ്വനാഥനെ കൊന്നത് നിന്റെ അച്ഛനാണ്, എന്നിട്ട് അവർ നിന്നെ ഇവിടെ നിർത്തുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഇങ്ങനെ കണ്ണൊക്കെ മെഴിഞ്ഞ് ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ കണ്ണേട്ടാ, അച്ഛനെ അറിയാതെ സംഭവിച്ചതാണെന്ന് പറയുമ്പം നിന്റെ അച്ഛനെ അറിയാതെ സംഭവിച്ചതാണോ അറിഞ്ഞ് സംഭവിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനത് അന്വേഷിക്കാൻ തുടങ്ങുവാണ്. ഇനി നിന്റെ അച്ഛൻ്റെ ജീവിതം ജയിലിലായിരിക്കും. നീ ഞാൻ പറയണതനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചാൽ നിനക്ക് ഇവിടെ ജീവിക്കാം. ഇനിയിപ്പോൾ നീ നിന്റെ വീട്ടിലേക്ക് പോയി അവിടെ സൂക്ഷിച്ച് ജീവിക്കാമെന്നാണ് വിചാരിച്ചേക്കണമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോലുള്ള. നീ ഇവിടുന്ന് നിന്റെ വീട്ടിലോട്ട് പോയാൽ ആ നിമിഷം നിന്റെ അച്ഛൻ ജയിലിൽ കയറുമെന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിയാവുന്നുണ്ട്. കരുണ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് കണ്ണൻ വീണ്ടും പറയുന്നുണ്ട്, ചെല്ലടി ചെന്ന നിന്റെ അമ്മായിമ്മയോടും കെട്ടുവനോടും പറ, കമലേശ്വരത്തെ വിശ്വനാഥനെ കൊന്നത് നിന്റെ അച്ഛനാണെന്ന് പറയുന്നു. ആ സമയം കരുണയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, വേണ്ട കണ്ണേട്ടാ, അവരോടൊന്നും പറയണ്ട, അച്ഛനൊരു അബദ്ധം പറ്റിയതല്ലേ, ഒന്ന് ക്ഷമിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം ഇപ്പം ഇത്രേ ഉള്ളൂ, നിനക്കുള്ളത് പുറകെ വരുന്നുണ്ട്. എന്തായാലും നീ ഇനി എങ്ങനെയാണ് ജീവിക്കണേന്ന് എനിക്കൊന്ന് കാണണം. ഇനി നിന്റെ ശബ്ദം ഇവിടെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്നും പറഞ്ഞ് കരുണയെ പേടിപ്പിച്ചിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് നേരെ കരുണ പോകുന്നത് റൂമിലേക്കാണ്. റൂമിൽ ചെന്നതും ഉണ്ണി അവിടെ ഉണ്ട്. ഉണ്ണി കരുണയെ കണ്ടതും, എവിടെ കരുണ പൈസ? നീ പൈസയ്ക്ക് പോയതല്ലേ, എന്നിട്ട് പൈസ എവിടെ, എത്ര ലക്ഷം കിട്ടിയെന്നൊക്കെ ചോദിക്കും.
ചോദിക്കുമ്പം ഉണ്ണിയേട്ടനൊന്നും മിണ്ടാണ്ടിരുന്നേന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ വലിയ പാടായല്ലോ, നീയല്ലേ അമ്മാവൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പോയത്, എന്നിട്ട് നിനക്ക് പൈസ കിട്ടിയില്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞതാ അമ്മാവൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ലാത്ത പിശുക്കനാണ്. അപ്പം നീ എന്താ പറഞ്ഞ, എന്നെ കൂട്ടല്ല നിനക്ക് ഒത്തിരി കഴിവൊക്കെ ഉണ്ടെന്നും പറഞ്ഞല്ലേ നീ പോയെ, എന്നിട്ട് പൈസയൊന്നും കാണുന്നില്ലല്ലോടി എന്ന് പറയുമ്പോൾ അത് ഉണ്ണിയേട്ടാ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല, അതാ പറ്റിയ. അപ്പം ഇനി എന്നാ പൈസ കിട്ടണേന്ന് ചോദിക്കുമ്പം ഇനി പൈസ ഒന്നും കിട്ടൂല എന്ന് പറയണം. ആ സമയത്ത് ഈ ഉണ്ണിക്കൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്, ഈ സത്യത്തിൽ ഇവൾക്ക് എന്തിനാ അമ്മാവൻ പൈസ കൊടുക്കണേന്നൊക്കെ. എന്നിട്ട് അത് കരണിയോട് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, അമ്മാവൻ എന്തിനാ നിനക്ക് പൈസ തന്നെ, നീ അമ്മാവന് പൈസ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഉണ്ണിയേട്ടന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കുന്നുണ്ടാ. എന്തായാലും എനിക്കിനി ഇവിടെ കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുമെന്നൊന്നും തോന്നണില്ല എന്ന് പറയുമ്പം അതെന്ത് പറ്റി, അല്ല ഇവിടെ കണ്ണേട്ടൻ്റെ ഒരേ സ്വഭാവം കാണുമ്പം വീട്ടിലേക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കണേന്ന് പറയുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി, നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിനക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ വീട്ടിലേക്ക് പോവാം, ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോ, അല്ലാതെ എനിക്ക് നിന്നെ ഇവിടെ പിടിച്ച് നിർത്തണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. എന്താ ഉണ്ണേട്ടന് അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം നിന്റെ അച്ഛൻ്റെ സ്വഭാവമൊക്കെ അങ്ങനെയല്ലേ, അതുകൊണ്ട് നിന്റെ കൂടെ നിന്റെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല, നീ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് കേട്ടതും കരുണയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണിയേട്ടനും സപ്പോർട്ട് ചെയ്യില്ല, കണ്ണേട്ടൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനും പറ്റില്ല. എന്തായാലും ഇനി ഒരു അടിമ ജീവിതമായിരിക്കും എനിക്കിവിടെ കിട്ടാൻ പോണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാനായിട്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. കണ്ണനെ കണ്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ സന്തോഷത്തോടു കൂടി വന്നിട്ട് ആ കണ്ണേട്ടനോ കയറി വാ കണ്ണേട്ടാന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അകത്ത് ചെന്നതും ഈ അനന്തുവിനോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ എടാ അമ്മാവന് പൈസ കൊടുക്കാൻ പോയിട്ടെന്ന് ചോദിക്കുമ്പം അത് ഭയങ്കര രസമായിരുന്നു കണ്ണ. എന്തായാലും മാർക്കോയും ലോപ്പസും ചേർന്ന് നല്ല രീതിയിൽ തന്നെ അയാളെ സൽക്കരിച്ച് വിട്ടിട്ടുണ്ട്. ഇനി അയാൾ ഒരിക്കലും മാഹിയുടെ പുറകെ പൈസയും ചോദിച്ചു വരൂല. ഇനി ചിലപ്പോൾ നിന്നോട് സത്യങ്ങൾ പറയാൻ വരുമായിരിക്കും. അയാൾ വരട്ടെ, അയാൾ വരുമ്പോൾ ഞാൻ അയാളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാന്ന് കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ട കരുണ അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം അവൾ അവിടെ ഉണ്ട്, അവൾക്കുള്ളത് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പം ഈ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഉണ്ണിയോടും അമ്മയോടും സത്യങ്ങൾ പറയാനാണോ കണ്ണേട്ടൻ തീരുമാനിച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്താണോ അവർ സത്യങ്ങൾ അറിയണ്ടേ, ഇത്രയും ദിവസം കരുണയുടെ എല്ലാ ക്രൂരതയ്ക്കും അമ്മയും ഉണ്ണിയും കൂട്ടു നിന്നതല്ലേ, പ്രതാപനും ഇവരും കൂടി ചേർന്നല്ലേ തന്നെയും എന്നെയും കൊല്ലാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അവർ സത്യങ്ങൾ അറിയണ്ടേ, പ്രതാപൻ തന്നെയാ എൻ്റെ രണ്ടാനമ്മയുടെ താലി അറുത്തേന്നും സ്വന്തം അച്ഛനെ ഇല്ലാതാക്കിയതും കരുണയുടെ അച്ഛനാണെന്ന് ഉണ്ണി അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണയുടെയും ഉണ്ണിയുടെയും ജീവിതം തകരൂല്ലേ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം തകരട്ടെ, അവൾ കുറച്ച് അനുഭവിക്കാനുണ്ട്, അവൾ നമ്മളെ എത്രയധികം ദ്രോഹിച്ചേക്കണു, തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം എന്നെയും തന്നെയും അവൾ പരസ്യമായിട്ട് ആക്ഷേപിച്ചേക്കണു, അതുകൊണ്ട് അവളോട് വലിയ മനസ്സിലൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന്. എന്നാലും കണ്ണേട്ട അവളുടെ ജീവിതം തകരില്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൾക്ക് തന്നോട് ഈ സ്നേഹമൊന്നുമില്ലല്ലോ, ഇപ്പം തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അമ്മാവനെ അവൾ കൂട്ടു നിൽക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ അമ്മാവന് ഇന്ന് പൈസ കിട്ടുമെന്നും പറഞ്ഞ് അവൾ രാവിലെ തന്നെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പൈസ വാങ്ങാൻ പോയേക്കുമായിരുന്നു. അവൾ ചെന്നപ്പോൾ അമ്മാവൻ തല്ലുകൊണ്ടാണല്ലോ വന്നേക്കണം, അതുകൊണ്ട് അവൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നതാ. എന്തായാലും അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി അവൾ അടങ്ങി ഒതുങ്ങി അവിടെ ജീവിച്ചാൽ അവൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഉണ്ണിയും എൻ്റെ രണ്ടാനമ്മയും വിവരം അറിയും. അവർ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ടാനമ്മ ആ നിമിഷം അവളെ അവിടുന്ന് തല്ലി പുറത്താക്കുമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ട എനിക്കൊരു സംശയമുണ്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയ്ക്കും ഉണ്ട്. എന്തായാലും കരുണയുടെ അച്ഛൻ സത്യങ്ങൾ ആരോടും പറയരുതെന്ന് അമ്മാവനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരിക്കലും അമ്മാവൻ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കൊന്നയാളോട് സ്വാഭാവികമായിട്ടും അമ്മാവന് ദേഷ്യമല്ലേ തോന്നേണ്ടത്. അതുപോലെ തന്നെ അമ്മാവന് ഈ സത്യം അറിഞ്ഞപ്പം എന്തായാലും അമ്മേനെയും ഉണ്ണീനെയൊക്കെ അറിയിക്കേണ്ടതല്ലേ. പക്ഷേ ഇതൊന്നും ചെയ്യാതെ അമ്മാവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും നോക്കി. അതുമാത്രമല്ല കരുണയുടെ അച്ഛൻ ഈ സത്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് അമ്മാവനും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കരുണയുടെ അച്ഛനെ വാ മൂടിക്കെട്ടി പ്രാന്താശുപത്രി കൊണ്ടുവന്നിട്ടേന്ന്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്ത എൻ്റെ ഒരു സംശയം കണ്ണേട്ട, ഇനി അന്ന് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ കരുണയുടെ അച്ഛന് കൊട്ടേഷൻ കൊടുത്തത് ഈ അമ്മാവനാണോന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എനിക്കും ആ സംശയമുണ്ട് മഹി. എന്തായാലും അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കമ്പനിയിൽ അമ്മാവൻ കുറച്ച് തിരിമറിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ അച്ഛൻ കൈയോടുകൂടി പിടിക്കുകയും ചെയ്തതാ.
ആ സമയത്ത് അച്ഛൻ അമ്മാവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. ആ സമയത്ത് തന്നെ അച്ഛൻ ഈ ആക്സിഡന്റിൽ മരിച്ചത്. പിന്നീട് കമ്പനി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അമ്മാവന. പിന്നെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുമില്ല. ഇപ്പം താൻ പറയുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരണേ. എന്തായാലും എൻ്റെ അച്ഛൻ്റെ മരണത്തിന് അമ്മാവന് പങ്കുണ്ടെങ്കിൽ അയാളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകണില്ല എന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതെല്ലാം നമ്മളുടെ സംശയം മാത്രമല്ല കണ്ണേട്ടാ, എന്തായാലും അതിന് തക്കതായ തെളിവൊന്നും ഇപ്പം കിട്ടിയിട്ടില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഇനി കണ്ണൻ്റെ മുന്നിൽ എങ്ങനെ പോകും, അതുപോലെ തന്നെ ഇനി ഞാൻ കണ്ണേട്ടനോട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം കണ്ണേട്ടൻ സത്യങ്ങളെല്ലാം ഉണ്ണിയേട്ടനോടും അമ്മയോടും പറയും. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയേട്ടൻ അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛനാണെന്നുള്ള സംശയത്തിൽ നടക്കുക. അതുമാത്രമല്ല, അച്ഛൻ മരിച്ചതുകൊണ്ടാണ് ഉണ്ണിയേട്ടന് ഈ അവസ്ഥ വന്നതെന്നും പറഞ്ഞ് അച്ഛൻ്റെ കൊലയാളിയോട് ഭയങ്കര ദേഷ്യം. ഇനി എൻ്റെ അച്ഛനാ കൊന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഉണ്ണിയേട്ടൻ എന്നെ ഇവിടെ ജീവിക്കാനും അനുവദിക്കില്ല. അതുമാത്രമല്ല, കണ്ണേട്ടൻ കേസ് കൊടുത്താൽ അച്ഛൻ ജയിലിലും ആവും. പിന്നെ വീട്ടിലേക്ക് ചെന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും കാരണക്കാരൻ അമ്മാവനല്ലേ. അമ്മാവനെ വിളിച്ച് തന്നെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് കാരണം ഫോണെടുത്ത് വാമദേവന് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ സീമന്തിനിയും വാമദേവനും ആകെ വിഷമത്തിലാണ്. സീമന്തിനി ആണെങ്കിൽ വാമദേവനെ നല്ല ചീത്ത പറഞ്ഞുകൊണ്ട് വാമദേവൻ്റെ മേലൊക്കെ ചൂട് പിടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാ, അധികം ആർത്തിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചടി തരൂ കേട്ടോന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? അത് മാത്രമാണോ, ആ പ്രതാപൻ്റെ മോളും വന്നേക്കുവാ വീതം മേടിക്കാനായിട്ട്. ഒന്നുമില്ലെങ്കിലും അവളുടെ അച്ഛനല്ലേ കൊന്നത്. മഹാലക്ഷ്മി ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെറിയ കുട്ടിയായ അവള് അത് കണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ. കുറ്റം ചെയ്തത് പ്രതാപനും നിങ്ങളും. എന്നിട്ട് നിങ്ങളും പ്രതാപൻ്റെ മോളും മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാൻ പോയി. അത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെട്ട് കാണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കുക എൻ്റെ സീമന്തിനി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഈ സമയത്താണ് ഈ വാമദേവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. സീമന്തിനി ഫോൺ എടുത്തതും ആ കരുണപിശാച വിളിക്കണേന്നും പറഞ്ഞ് വാമദേവന് ഫോൺ കൊടുക്കുന്നുണ്ട്. വാമദേവൻ ഫോൺ വാങ്ങിയതും കരുണ, അമ്മാവ എനിക്ക് അമ്മാവനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. അന്നേരം എന്താ മോളെ, എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പം കണ്ണേട്ടൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം ഇനി ഇവിടെ എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ കമലേശ്വരത്തു നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ അച്ഛന് കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനാന്നുള്ള സത്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടേ പോകുള്ളൂ. അത് കേട്ടത് നമ്മളുടെ വാമദേവനാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.